ഫ്രണ്ട്സ്, എല്ലാവർക്കും മീൻലാൻഡ് പാടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗുണ കേവിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴി കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതെല്ലാം കവർ ചെയ്ത് വേണം നമുക്ക് പോകാനായിട്ട്. കാരണം ഇത് വൺ വേ ആണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വന്ന് ഇതൊന്നും കാണാൻ പറ്റില്ല. സോ നമ്മൾ നേരെ പോകുന്ന വഴി എല്ലാം കണ്ട് പോവുകയാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഗുണ കേവിലോട്ട് പോകുന്നതിന് മുന്നേ ഉള്ള 2 സ്ഥലങ്ങളുടെ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോവാണ്. നമ്മളെല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ സ്വെറ്റർ ഇട്ടിട്ടുണ്ട്. സ്വെറ്റർ ഇയറിൻ്റെ ഉള്ളതുകൊണ്ട് ഇയറിന് ഇടാൻ പറ്റും. ഇത് സമൂനൊക്കെ ഉണ്ട്. പുട്ടിയായത് കണ്ടോ? സമൂനെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ലെന ചേച്ചി ഇടണ്ടേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്വെറ്റർ അത്ര അമ്മ. ഗൈസ്, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ ഗുണ കേവിലോട്ടാണ്. നമ്മള് അപ്പൊ പറഞ്ഞു പോവാ. നമ്മള് നാളെയാട്ടോ നാളെയാണ് വീട്ടിലോട്ട് പോകുന്നത്. ഫുൾ എക്സ്പ്ലോറേഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിച്ചിട്ട് ഗുണ കേവിലോട്ട് പോകും. അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. പപ്പയൊക്കെ അവിടെ ഒരുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം കേട്ടോ. പപ്പ ഫ്രണ്ട്സ്, പപ്പ പോട്ടെ. ഇവിടെ കുറേ കുഞ്ഞിപ്പിള്ളേരുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, പപ്പ ഒരുങ്ങി. നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ റൂം വിട്ട് ഗുണ കേവിലോട്ട് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാറില്ലേ പോയി. റൂം പൂട്ടിയോ? അമ്മൂനെല്ലാം അറിയാം. നമ്മളപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഗുണ കേവിലോട്ട് പോകും. ഗുണ കേവ് കഴിഞ്ഞ് എങ്ങോട്ടാണെന്നറിയില്ല. നമുക്ക് ഗുണ കേവിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഫുഡ് കഴിക്കാനായിട്ടേക്കാണ്. കേരള ഹോട്ടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ. നമ്മൾ ഗുണ കേവ് പോകുന്ന വഴിക്കുള്ള ഒരു ഹോട്ടലാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞു. നമ്മൾ നേരെ ഗുണ കേവിലേക്ക് പോകും. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു. നമ്മുടെ കൊടൈക്കനാലിന് 2 കിലോമീറ്റർ മാറിയാന്ന് തോന്നുന്നു ഈ ഹോട്ടല്. നമ്മളിവിടെ കൊടൈക്കനാലിൽ വന്നിട്ട് നല്ല ഹോട്ടലൊന്നും കണ്ടില്ല. അപ്പം നമ്മൾ ഇവിടെ ഗുണ കേവിലോട്ട് വരുന്ന വഴി കണ്ടൊരു ഹോട്ടലാണ് കേരള ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന വഴി നിറച്ചും പൈൻ മരങ്ങളാട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ കുരങ്ങുകളാട്ടോ. ഇത് കണ്ടോ, നമ്മുടെ വണ്ടി വരുന്നുണ്ട്. മരത്തിൽ ചാടിക്കയറിയ മലയണ്ണാനാണ്. അപ്പോൾ ആണെങ്കിൽ ഞങ്ങളത് ക്ലിയർ ആയിട്ട് കണ്ടു. പക്ഷേ വീഡിയോയിൽ അത് അത്ര ക്ലിയർ അല്ല. എനിക്ക് തോന്നുന്നത് പൈൻകുരുവോ മറ്റെന്തോ തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മോയാർ പോയിന്റിലാണ്. നമ്മൾ ഗുണ കേവിൽ പോകുന്ന വഴി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ കയറിയിട്ടേ ഗുണ കേവിൽ പോകുന്നുള്ളൂ. ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇവിടെ അമ്മു വഴക്കുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾ കാണുന്നുണ്ട്. അവിടെ നിറച്ചും കടകളാണ് കണ്ടോ. അതെ, ഇവിടെ കയറുന്നതിന് ടോക്കൺ എടുക്കും. 1 പേഴ്സണിന് എൻട്രൻസ് ഫീസ് 10 റുപ്പീസ്. പിന്നെ ക്യാമറയും കൊണ്ട് 50 rupees.
ഈ ക്യാമറ അതിന് 300 രൂപ. എന്തായാലും കുറേ പൈസ പോകും. മുകളിലായിട്ടാണ് നമ്മുടെ എന്താ ഉള്ള മോയൂർ പോയിന്റ്. അവിടെ നിന്ന് എന്താ കാണാൻ പറ്റുന്നത് നോക്കാം. ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറേ ഫോട്ടോ എടുക്കാം. അവിടെ ഭയങ്കര തിരക്കാം. ഇത് കണ്ടോ, ഇവിടെ കയറി കുറേ പേര് ഫോട്ടോ എടുക്കുന്നു. ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ ഒരു ഉച്ച സമയമാണ്. ഒരു 11 മണിയായി കാണും അല്ലേ? എന്തായാലും 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം ഇവിടെ ചെറുതായിട്ട് നല്ല വ്യൂ ആണ്. ഇത് നോക്കുക നിങ്ങൾ. ഇത് കണ്ടോ ഗൈസ്, മഞ്ഞാണത്. മഞ്ഞ് പോകുന്ന നിങ്ങൾ കണ്ടോ? ഇവിടെ അങ്ങോട്ട് കാണിക്കും. മഞ്ഞ് പോകുന്ന കണ്ടോ ഫ്രണ്ട്സ്? മഞ്ഞ് പറന്ന് പോകുന്നേ ഫ്രണ്ട്സ്. അത് മഞ്ഞ് പറന്ന് പോവാണ് ഫ്രണ്ട്സ്. ഇത് കണ്ടോ, ഇവിടെ വലിയ ഒരു സ്ഥലമാണ്. കുറെ മലകൾ. ഫ്രണ്ട്സ്, നല്ല കാറ്റുണ്ട് ഇവിടെ. നല്ല തണുപ്പിന്റെ കാറ്റാണ്. ഭയങ്കര കാമായിട്ടുള്ളൊരു കാറ്റാണ്. ഭയങ്കര വ്യൂ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ അടിപൊളിയാണ്. നമ്മളിവിടെ കയറാതെ ഗുണ കേവിലോട്ട് പോയിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായ. നല്ല രസമാട്ടോ. ഇത് മൊത്തം മേഘമാണ്. മേഘം നിൽക്കും കണ്ടോ ഗൈസ്? എന്ത് കാമാണ് ഈ ഒരു ഇത്. പക്ഷെ ഇവിടെ ഭയങ്കര നോയ്സാണ്. എല്ലാവരും വന്നിട്ട് കണ്ടോ, കുഞ്ഞു മരങ്ങളൊക്കെ, കുഞ്ഞു ചെടികൾ. നല്ല കണ്ടോ, അങ്ങോട്ടൊക്കെ നോക്കിയാൽ നിറച്ചും മലയും ചെടികളും മരങ്ങളും ഒക്കെയാണ്. അവിടെ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് വെറൈറ്റി ഒരു ഇതാണ്. നമ്മുടെ ഈ ചെമ്പരിയാടിൻ്റെ ആ ഒരു പൂട പോലെ കണ്ടോ ഇത് ഈ സർക്കിളിനുള്ളിലുള്ള കണ്ടോ, അത് നല്ല രസമുണ്ട്. മലയാളികൾ മാത്രമല്ല, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര തിരക്കാണ്. ഫ്രണ്ട്സ്, ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ നമുക്ക് വ്യൂ കാണാനുള്ള വാച്ച് ടവറും ഉണ്ട്. ഇവിടെ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ അവിടെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, നല്ല വ്യൂ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ദൂരെ ഇതാ കുന്നുകളും മലകളും ഒക്കെ മേഘത്തിൽ മൂടിക്കിടക്കുകയാണ്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോവാൻ തോന്നത്തില്ല. മോർ പോയിന്റിൻ്റെ ഹിസ്റ്ററി നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴിലും ഇംഗ്ലീഷിലും. നമുക്ക് തമിഴ് അറിയാത്തതുകൊണ്ട് ഇംഗ്ലീഷിൽ വായിക്കാം. ഇതാണ് മോർ പോയിന്റ് വാസ് ഏർലിയർ നോൺ ആസ് 4 Mile Road, named after Sir Thomas More, who constructed the Goshen Road in 1929. This place offers amazing views of the valley. തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴ് അറിയാവുന്നവർ ഇത് വായിച്ചോളുക. നമ്മളിനി ഗുണ കേവിലോട്ടാണ് പോകുന്നത്. പപ്പ പറഞ്ഞു അവിടെ പോകുന്ന വഴി വേറെ എന്തോ ഉണ്ട്. അപ്പം അവിടെ ചിലപ്പോൾ കയറും. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് നമുക്കിപ്പോൾ ഇവിടുന്ന് പോവുക. അല്ലെങ്കിൽ നമുക്ക് ഇന്നെന്തായാലും കുറച്ച് സ്ഥലങ്ങൾ പോകണം.
അപ്പം നമുക്ക് പോവാം. ഇവിടെ ഉണ്ടായിരുന്ന ഒരു കടയിൽ നിന്ന് മാങ്ങ മേടിച്ച് മാങ്ങയുടെ മുകളിലും മുളക് ഉപ്പ് ഇട്ടാണ്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. എനിക്ക് ധാരണം കുഴപ്പമില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒരു കടയിൽ നിന്ന് പൈനാപ്പിളും വാട്ടർമെലനും മാങ്ങയും മേടിച്ചു. എല്ലാത്തിനും 50 രൂപയാണ് എല്ലാത്തിനും പെർ ഈച്ച്. അപ്പൊ 150 രൂപീസ് കഴിഞ്ഞു. ഇവിടെ സ്വീറ്റ് കോൺ ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് പോവാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് ഗായ്സ്. ഇത് കണ്ടോ ആരാ ഇരിക്കുന്നേന്ന്? ഫോൺ തട്ടിപ്പറിച്ചോണ്ട് പോകും. അതുകൊണ്ട് നമുക്ക് കാണാതെ നൈസിന് എടുക്കാം. കണ്ടോ എല്ലാ മൂലയിലും കുറെ കുരങ്ങ് ഇരിപ്പുണ്ട്. കുരങ്ങ് യോ കാണിച്ച് വീഡിയോ എടുത്തപ്പോ കുരങ്ങ് പോസിട്ട് യോ കാണിച്ച് യോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്കിനി വണ്ടി കയറിയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഗുണ കേവിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു സ്ഥലമുണ്ട്, പൈൻ ഫോറസ്റ്റ്. അപ്പം നമ്മളിനി അങ്ങോട്ട് പോവാണ്. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് പൈൻ ഫോറസ്റ്റിലാണ്. അപ്പം നമ്മൾ പൈൻ ഫോറസ്റ്റിലെത്തി. ഞാൻ പറഞ്ഞില്ല ഗുണ കേവിലോട്ട് പോകുന്ന വഴിയാണ് ഇതുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇറങ്ങാം. നമ്മൾ വലിയ വണ്ടിയൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് ഇറങ്ങാം. അമ്മു ഇറങ്ങ് ഫ്രണ്ട്സ്. അമ്മു വഴക്കാട്ടോ. അവന് പാവേന വേണമെന്നും പറഞ്ഞു. കണ്ടോ കണ്ടോ ഫ്രണ്ട്സ്. അമ്മു വരുന്നില്ല. പൈൻ ഫോറസ്റ്റിലെത്തി. ഇനി അങ്ങോട്ട് പോവാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് വെച്ചിട്ട് എനിക്കൊന്നും ശരിക്കും പറയുന്നില്ല ഫ്രണ്ട്സ്. ഇവിടെയും ഭയങ്കര തിരക്കാൻ. നമ്മളവിടെ എന്തുവാ, ഞാൻ ആ പേരെപ്പോഴും പറയും. എന്ത് പോയിന്റിൽ നമ്മളിപ്പോൾ പോയേ? മോർ പോയിന്റിൽ പോയപ്പോൾ ഉള്ള തിരക്കാണ് ഫ്രണ്ട്സ്. ഇവിടെ അതിനേക്കാളും തിരക്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അമ്മൂൻ്റെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ. ഫ്രണ്ട്സ് അമ്മൂനെ തിരിച്ചു വരുമ്പോൾ മേടിക്കാം. അമ്മു ഇപ്പം പോയി കാണാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അകത്തോട്ട് കയറുവാണ്. ഇതാ കണ്ട ബോർഡിന്റെ മുകളിൽ ഒരു കുരങ്ങൻ കയറിയിരിക്കുന്നതും. കുരങ്ങനെ ചൊറിയുന്നുണ്ടെന്ന് തോന്നുന്നു. കുരങ്ങൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുവാണ്. പൈൻ ഫോറസ്റ്റിന്റെ ഹിസ്റ്ററി. പൈൻ ഫോറസ്റ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഡ്യൂ ടു ദി എഫേർട്സ് ഫുഡ് എക്സെട്ര എക്സെട്ര എക്സെട്ര. ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ വായിച്ചു. ഇതാണ് പൈൻ ഫോറസ്റ്റിന്റെ ഹിസ്റ്ററി. ഈ കുരങ്ങനാണെങ്കിൽ കോൺ തിന്നോണ്ടിരിക്കണം. കണ്ടോ ആരുടെയോ കോൺ മലന്നടിച്ച് വീണു. ഓ മൈ ഗോഡ്. അത് കണ്ടോ കാണിക്കുന്നത് കണ്ടോ ഫ്രണ്ട്സ്? ജസ്റ്റ് പിൻ മറച്ചു നോക്കുന്നു. അതിനകത്തൊന്നും ഒന്നും കിട്ടാതെ തിരിച്ചു പോകുന്ന കുരങ്ങനെയാണ് നിങ്ങളിപ്പോൾ കണ്ടോ? മേതാണ്ട് ചാടി വന്ന് നമുക്ക് ഇറങ്ങിപ്പോ. ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. നമ്മളിതാ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. കണ്ടോ ഇത് വിൽക്കാനുള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഫ്രണ്ട്സ്. അത് കണ്ടോ? വാവ് ഫ്രണ്ട്സ്. ഇതാ ഗുണ കേവ് പോലെയാണ് ഫ്രണ്ട്സ് ഇരിക്കുന്നത്. എനിക്കറിയാം പൈൻ ഫോറസ്റ്റ് ആണെന്ന്. ഞാൻ ഗുണ കേവ് പോലെ ഇരിക്കുന്നല്ലേ പറഞ്ഞേ. അമ്മ വാ, ഞാൻ പാവം ആരും മേടിച്ചെന്നില്ല. ഞാൻ പാവം മേടിച്ചിരുന്നു. കമ്മോണ്ടോ അതെ ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ നമുക്കിങ്ങനെ അയ്യോ ഫാമിലി ഫോട്ടോ ഇവരെടുത്തു തരും കേട്ടോ. ഇവിടെയും ഉണ്ട്. അപ്പം നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. ഇവിടെ മൊത്തം വേരുകളാണ്, തട്ടി വീഴും. ഒരു ചേച്ചി അവിടെ വീണിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് സൂക്ഷിച്ചാണ് നോക്കാം. പിന്നെ ഇവിടെ മൊത്തം പൈനിൻ്റെ ട്രീസാണ്. എവിടെ നോക്കിയാലും അത് അടുപ്പിച്ചല്ല, ഇച്ചിരി ഗ്യാപ്പിട്ടാണ്. നല്ല രസമുണ്ട് കിട്ടും. നമുക്കിതിലൂടെ കളിക്കാനൊക്കെ ഭയങ്കര സുഖം. പക്ഷെ വേരുള്ളതുകൊണ്ട് തട്ടടിച്ച് വീഴും. അതുകൊണ്ട് വേണ്ട. ഫ്രണ്ട്സ് ഞാനൊരു
സൂത്രം കാണിച്ചു. ഇപ്പൊ വന്നാലേക്കാ നമ്മൾ നേരത്തെ കണ്ടത് കൊരങ്ങൻ പൊടിഞ്ഞ കോൺ തന്നെ, പക്ഷെ ഇത് ഫുള്ള് കോണോടെ. ഫ്രണ്ട്സ്, അമ്മൂന് കൊരങ്ങൻ വിചാരിച്ചാണോ കൊരങ്ങന്റെ കോണെടുക്കാൻ അമ്മു വന്ന്, അതുകൊണ്ട് അമ്മൂനെ കടിക്കാൻ വേണ്ടി കൊരങ്ങൻ വന്നതാണ്. പക്ഷെ അമ്മ ഓടിക്കളഞ്ഞു. നമ്മളിപ്പോ കുതിരയില് കയറി നമ്മള് ഫോട്ടോ. ഫ്രണ്ട്സ്, ഇപ്പൊ ഞങ്ങള് കുതിരയിൽ കയറി. ഞാൻ ഫ്രണ്ട് ഇരുന്നുണ്ട്, അത് പിടിക്കുന്ന കമ്പിൽ എൻ്റെ കൈ കൊണ്ടുകൊണ്ട് എനിക്ക് അതേ ഉള്ളായിരുന്നു പ്രശ്നം. നല്ലതായിരുന്നു. ആ കുതിര നമ്മൾ വളവൊക്കെ ചേരുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാവും വീടൊന്നും. ഞങ്ങൾ ശരിക്കും ചെരിഞ്ഞങ്ങ് പോയി, പക്ഷെ പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. 2 പേർ കൂടി 300 രൂപ, ഒരാൾക്ക് 150 രൂപയാണ്. കൊള്ളായിരുന്നു. ഞങ്ങൾക്ക് അന്ന് ലേക്കിൻ്റെ അവിടെ പോയപ്പോൾ കുതിരപ്പുറത്ത് കയറണമെന്നുണ്ട്, പക്ഷെ കയറാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വെച്ച് കയറി. ഇത്രയും നേരം കുതിരയെ കയറണമെന്ന് പറഞ്ഞ ആളിപ്പോൾ കയറണ്ട. ഞങ്ങൾ കയറി കിടന്ന് ഇപ്പോൾ ഇവർക്ക് കയറണ്ടെന്നാണ് പറയുന്നത്. തന്നെ ചേച്ചി, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എന്തേലും കൂടി പറ. നല്ലതായിരുന്നു. ഇനി നമ്മൾ അങ്ങോട്ട് പോവാണ്. പൈൻ ഫോറസ്റ്റ് കൊള്ളാം അല്ലേ അമ്മു? നമുക്കിനി അങ്ങോട്ട് പോവാം. ഇവിടെ തടിയും കൊണ്ടാണെങ്കിൽ സീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരിക്കാനായിട്ട്, റെസ്റ്റ് ചെയ്യാനായിട്ട്. കണ്ടോ, ഇങ്ങനെ സീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലതാണ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ. അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് നമ്മളിനി മേളിലോട്ട് പോവാണ്. അവിടെ ചെറിയ മലയല്ല, ഇച്ചിരി പൊങ്ങിക്കിടക്കുന്ന ഒരു കുന്ന് പോലെ, കുന്നൊന്നുമല്ല, പറന്ന് കിടക്കുന്ന ഒരു കുന്ന്, അതേപോലെ പോവാണ്. അവിടെ നിറച്ച് പൈൻ മരങ്ങളാണ്. അപ്പോൾ അവിടെ ഇച്ചിരി പരന്നെടുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടം വരെ പോയിട്ട് തിരിച്ച് പോവാണ്. കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇത് തന്നെയാണ്, എന്നാലും നമുക്ക് പോവാം. ഫ്രണ്ട്സ് കണ്ടോ, അങ്ങോട്ടും അത് തന്നെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ പോവാം. അപ്പം നമുക്ക് ഇനി തിരിച്ചു പോവാം. ഫ്രണ്ട്സ് ഇത് കണ്ട്, ഇതെന്താ ഇത്? ഇതല്ലേ മറ്റേ അണ്ണാൻ തിന്നുന്ന? ഗൗരിക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഇത് പൈൻ മരത്തിന്റെ കുരുവാണ്. ഇത് അണ്ണാനൊക്കെ തിന്നുന്ന ആ സാധനം. ഇത് വിരിഞ്ഞിട്ടില്ല, കണ്ട, ഇതിങ്ങനെ ബ്ലറായി നിൽക്കും. ഇത് നന്നായിട്ടായിട്ട്. ഇത് ഞങ്ങൾ താഴേന്ന് പറക്കിയെടുത്ത പൈൻ മരത്തിൽ കണ്ടോ, ഒത്തിരി ഉണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഒത്തിരി ഉണ്ട്. പൂവാണ്. ഓക്കെ, നമുക്കിനി തിരിച്ചു പോവാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ മോയൽ പോയിൻറ്റിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ ഒരു അടിപൊളി വീഡിയോ ആണ്, നമ്മുടെ ഗുണ കേവിൻ്റെ. അപ്പോൾ അതെല്ലാവരും കാണണം. പിന്നെ നമ്മൾ വരുന്ന വഴിക്കൊരു സ്ഥലം മിസ് ചെയ്തു, റോസ് ഗാർഡനാണെന്ന് തോന്നുന്നു. ഇനി ഒരിക്കലും വരുമ്പോൾ നമുക്കത് കാണാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.